രാത്രിയായി കഴിഞ്ഞാൽ അഥവാ നേരം ഇരുട്ടിത്തുടങ്ങിയാൽ തന്നെ നാം എന്ത് ചെയ്യുക? വീടിന്റെ വാതിലുകളും ജനലുകളുമെല്ലാം അടയ്ക്കേണ്ടതുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം ബുഖാരി അതേപോലെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദസ്തജ്നഹൽ ലൈലു, രാത്രിയായി കഴിഞ്ഞാൽ ഔ കാന ജുനുഹുൽ ലൈൽ ഫകുഫു സിബിയാനക്കും, രാത്രിയോടടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം, പുറത്തേക്ക് വിടരുത്. ഫഇന്ന ശയാതീന തൻതശിറു ഹീന ഇദിൻ, കാരണം ആ സമയത്ത് പിശാചുക്കൾക്കൊരു വ്യാപനമുണ്ട്. മഗ്രിബിനോടടുത്ത സമയത്ത് പിശാചുക്കൾക്കൊരു വ്യാപനമുണ്ട്. അതുകൊണ്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാതെ പിടിച്ചു വെക്കണം. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരല്പം രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അവരെ പുറത്തു വിടുന്നതിൽ വിരോധമില്ല. വഅഗ്ലിഖ് ബാബക വദ്കുരിസ്മല്ലാഹ്, വാതിലടയ്ക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ അടയ്ക്കണം. രാത്രിയായി കഴിഞ്ഞാൽ അഥവാ നേരം ഇരുട്ടിത്തുടങ്ങിയാൽ തന്നെ നാം എന്ത് ചെയ്യുക? വീടിന്റെ വാതിലുകളും ജനലുകളുമെല്ലാം അടയ്ക്കേണ്ടതുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം ബുഖാരി അതേപോലെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദസ്തജ്നഹൽ ലൈലു, രാത്രിയായി കഴിഞ്ഞാൽ ഔ കാന ജുനുഹുൽ ലൈൽ ഫകുഫു സിബിയാനക്കും, രാത്രിയോടടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം, പുറത്തേക്ക് വിടരുത്. ഫഇന്ന ശയാതീന തൻതശിറു ഹീന ഇദിൻ, കാരണം ആ സമയത്ത് പിശാചുക്കൾക്കൊരു വ്യാപനമുണ്ട്. മഗ്രിബിനോടടുത്ത സമയത്ത് പിശാചുക്കൾക്കൊരു വ്യാപനമുണ്ട്. അതുകൊണ്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാതെ പിടിച്ചു വെക്കണം. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരല്പം രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അവരെ പുറത്തു വിടുന്നതിൽ വിരോധമില്ല. വഅഗ്ലിഖ് ബാബക വദ്കുരിസ്മല്ലാഹ്, വാതിലടയ്ക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ അടയ്ക്കണം.